ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സദ്യ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. നമുക്കിന്ന് കൂട്ടുകറി തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കായും ചേനയും കടലയൊക്കെ ചേർത്ത് നല്ല രുചികരമായിട്ടുള്ള കൂട്ടുകറി തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് കടല 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് ഉപ്പും വെള്ളവും കൂടി ചേർത്തിട്ട് കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ കൂടി പോകാതിരിക്കാൻ നോക്കുക. ഇനി കൂട്ടുകറിക്ക് വേണ്ടത് കായും ചേനയാണ്. ചേന ചെറിയ ചതുര കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. 1/4 കപ്പ് ചേനയാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് കുറച്ച് വെള്ളവും ഉപ്പും കൂടി ചേർത്തിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ചേനയ്ക്കുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇപ്പം ചേന പകുതി വേവായിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് നേന്ത്രക്കായ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് നേന്ത്രക്കായാണ് എടുത്തിരിക്കുന്നത്. തൊലി കളഞ്ഞതിന് ശേഷം ചെറിയ ചതുര കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിരിക്കുകയാണ്. അപ്പം നമ്മൾ നേരത്തെ വേവാൻ വെച്ചിരുന്ന വെള്ളം വറ്റിപ്പോയിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം വേണം. നമ്മൾ കടല വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച വെള്ളം ബാക്കിയുണ്ടെങ്കിൽ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കുന്നതിന് മുന്നേ വെള്ളത്തിലെ ഉപ്പ് നോക്കുക. കൂടുതലാണെങ്കിൽ ചേർക്കരുത്. അപ്പോൾ കറക്റ്റ് ആണെങ്കിൽ ആ വെള്ളം തന്നെ ഒഴിച്ച് വേവിച്ചാൽ മതി. അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ അത് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. 1/4 കപ്പ് തേങ്ങയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളം ചേർത്തിട്ട് തരിതരിപ്പായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പം കായും ചേനയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് അരച്ചെടുത്ത അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇത് വറ്റി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമ്മൾ തേങ്ങയൊക്കെ വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളകും 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തേങ്ങ ഇനി നല്ല ബ്രൗൺ നിറം ആവുന്ന വരെ വറുത്തെടുക്കണം. തീ സിമ്മിലോ മീഡിയത്തിലോ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്, കരിഞ്ഞു പോകരുത്. അപ്പോൾ തേങ്ങ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് കൂട്ടുകറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ശർക്കര, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി അല്ലേ? നല്ല ടേസ്റ്റുമാണ്. സദ്യക്ക് മാത്രമല്ല, അല്ലാത്ത സമയത്ത് നമുക്ക് ചോറിനും അല്ലെങ്കിൽ ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.